മേക്കിംഗ് എ ഷവർ ചാറ്റൽ മഴ ഉണ്ടാക്കുന്നു. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. കനത്ത മഴയ്ക്കു ശേഷമുള്ള ഒരു സായാഹ്നകാലമായിരുന്നു അത്. ഗ്രാൻഡ്ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബഷ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. ചന്ദനമരത്തിൻ്റെ ചുവട്ടിലുള്ള മുല്ലപ്പടർപ്പിൽ നിന്നും മുത്തച്ഛൻ മുല്ലപ്പൂക്കൾ ശേഖരിക്കുകയായിരുന്നു. The leaves of the trees were full of raindrops. മരത്തിൻ്റെ ഇലകൾ നിറയെ മഴത്തുള്ളികളായിരുന്നു. I knew I could make rain if I shook the tree and grandfather, and I would get a good shower. ഞാൻ ആ മരം കുലുക്കിയാൽ മഴയുണ്ടാക്കാൻ കഴിയുമെന്നും എനിക്കും മുത്തച്ഛനും നല്ല ഒരു ചാറ്റൽ മഴ ലഭിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. ഐ ലൈക്ക്ഡ് ബാത്തിങ് ഇൻ ദ റെയിൻ. മഴയിൽ കുളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് ഹി മൈറ്റ് നോട്ട് ലൈക്ക് ഇറ്റ്. പക്ഷേ മുത്തച്ഛൻ അതിഷ്ടപ്പെടാനുള്ള സാധ്യത ഇല്ലായിരുന്നു. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. എന്നാലും അത് നല്ല തമാശയായിരിക്കും. So I quietly went near the sandalwood tree and took it with all my strength. അതിനാൽ ഞാൻ സാവധാനം ചന്ദനമരത്തിനടുത്തെത്തി എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അത് കുലുക്കി. There was a heavy shower and both grandfather and I were soaked. നല്ല ഒരു ചാറ്റൽ മഴ ഉണ്ടാവുകയും മുത്തച്ഛനും ഞാനും നനയുകയും ചെയ്തു. I loved it. എനിക്കത് ഇഷ്ടമായി. ബട്ട് ഗ്രാൻഡ്ഫാദർ ഡിഡ് നോട്ട്. പക്ഷേ മുത്തച്ഛന് ഇഷ്ടമായില്ല. He turned to me with an angry look. ദേഷ്യം നിറഞ്ഞ ഒരു നോട്ടത്തോടെ അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞു. I was sure he would catch me and beat me. അദ്ദേഹം എന്നെ പിടികൂടുമെന്നും തല്ലുമെന്നും എനിക്കുറപ്പായിരുന്നു. സോ ഐ റാൻ. അതിനാൽ ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ. അദ്ദേഹം എൻ്റെ പിന്നാലെ ഓടി. ഐ റാൻ ഫാസ്റ്റ്. ഞാൻ വേഗത്തിൽ ഓടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. പക്ഷേ മുത്തച്ഛനും കൂടുതൽ വേഗത്തിൽ ഓടി. He had almost caught me when he stumbled and fell. എന്നെ ഏതാണ്ട് പിടിക്കാറായപ്പോഴേക്കും അദ്ദേഹം കാലിടറി വീണു. I ran away to the paddy fields and hid myself there. ഞാൻ നെൽപ്പാടത്തെ കൂടി അവിടെ ഒളിച്ചിരുന്നു. I heard grandfather shout that he would teach me a lesson when I came back home. ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് മുത്തച്ഛൻ അട്ടഹസിക്കുന്നത് ഞാൻ കേട്ടു. I did not want to go home because I feared grandfather would beat me. മുത്തച്ഛൻ എന്നെ തല്ലും എന്നത് എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. I stayed on in the field. ഞാൻ നെൽപ്പാടത്ത് തന്നെ തങ്ങി. It was getting dark. നേരം മയങ്ങിത്തുടങ്ങി. I was afraid to stay there alone in the darkness. ആ ഇരുട്ടിൽ അവിടെ ഒറ്റയ്ക്ക് തങ്ങാൻ എനിക്ക് ഭയം തോന്നി. I remembered all the ghost stories I had heard. ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ പ്രേതങ്ങളും എൻ്റെ ഓർമ്മയിലെത്തി. I stood up. ഞാൻ എഴുന്നേറ്റു. Looked around and then ran towards home. ചുറ്റിനു നോക്കിയിട്ട് വീടിന് നേരെ ഓടി. I was still afraid to face grandfather. മുത്തച്ഛനെ അഭിമുഖീകരിക്കാൻ എനിക്കപ്പോഴും ഭയമായിരുന്നു. So I did not go inside the house. അതിനാൽ ഞാൻ വീടിനുള്ളിലേക്ക് പോയില്ല. I went to the cowshed and took shelter in the loft. ഞാൻ പശുത്തൊഴുത്തിലേക്ക് ചെന്ന് അതിൻ്റെ തട്ടിൻപുറത്ത് അഭയം തേടി.
From there I could see grandfather sitting on the veranda saying his prayers. അവിടെ നിന്നും നോക്കിയാൽ മുത്തച്ഛൻ വരാന്തയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. മുത്തശ്ശി എന്നെ കാത്തിരിക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. Then she came out the called aloud for me, thinking that I was somewhere in the garden. അതിനുശേഷം ഞാൻ ഉദ്യാനത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവർ വെളിയിൽ നിന്ന് എന്നെ ഉറക്കെ വിളിച്ചു. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. അവർക്ക് മറുപടിയൊന്നും ലഭിച്ചില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. പിന്നീട് അവർ മുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ എവിടെയെന്ന് ചോദിച്ചു. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. നീ അവനെ വീടിനുള്ളിൽ നോക്ക്. ഗ്രാൻഡ് ഫാദർ സെഡ്. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഹീ ഈസ് ഹൈഡിങ് സംവേർ. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും എന്ന് മുത്തച്ഛൻ പറഞ്ഞു. ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്. അവൻ വീടിനുള്ളിൽ ഇല്ല. ഗ്രാൻഡ് മദർ സെഡ്. ഗ്രാൻഡ് മദർ പറഞ്ഞു. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. അവനെ ഞാൻ എല്ലായിടത്തും നോക്കി. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഹൂ ഡു യു ലൈക്ക് ടു പ്ലേ വിത്ത് അറ്റ് ഹോം? വീട്ടിൽ ആരുടെ കൂടെ കളിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫാദർ ഓർ മദർ ഓർ ബ്രദർ സിസ്റ്റർ. നമുക്ക് ആരുടെ കൂടെ കളിക്കാനാണ് ഇഷ്ടം എന്നാ ചോദിച്ച്. ആരുടെ കൂടെ കളിക്കാനാണെന്ന് വെച്ചാൽ അവിടെ ഇത് ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ എന്നെഴുതിയിട്ട് ഫാദറിൻ്റെ കൂടെയാണ് ഫാദറ്, മദറിൻ്റെ കൂടെയാണ് മദറ്, ബ്രദറിൻ്റെ കൂടെയാണ് ബ്രദറ്. അങ്ങനെ ആരുടെ കൂടെയാണോ വെച്ചാൽ അവിടെ എഴുതി കൊടുക്കുക. വാട്ട് വാസ് ദ റിയാക്ഷൻ ഫോർ ഗ്രാൻഡ് ഫാദർ വെൻ ഹി വാസ് സോക്ക്ഡ് ഇൻ ദ ഷവർ? മഴവെള്ളത്തിൽ നനഞ്ഞു കുതിർന്നപ്പോൾ മുത്തച്ഛൻ്റെ പ്രതികരണം എന്തായിരുന്നു? മുത്തച്ഛൻ നന്നായി ദേഷ്യം വന്നു അല്ലേ? ഗ്രാൻഡ് ഫാദർ ബിക്കേം വെരി ആംഗ്രി. വൈ ഡിഡ് രാജ സെലക്ട് ദ ലോഫ്റ്റ് ഇൻ കൗഷേഡ് ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ്? കാലിത്തൊഴുത്തിൻ്റെ മേൽത്തട്ട് ഒളിസങ്കേതമായി രാജ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ഹി വാസ് അഫ്രൈഡ് ടു സ്റ്റേ ഇൻ ദ ഫീൽഡ്, so he selected a hiding place closer to the house. Grandmother was extremely worried when she knew that Raja was missing. Pick out the sentences from the passage which convey this idea. രാജയെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശി വളരെയധികം വിഷമിച്ചു. ഈ സംഗതി വ്യക്തമാക്കുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദ ഹൗസ്. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് എലൗഡ് ഫോർ മീ, തിങ്ക് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദ ഗാർഡൻ.